എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ മാർക്കറ്റ്? ഇന്നലെ നമ്മൾ 1 അവറിന്റെ സോണിൽ നിന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? സോ അത് കാണാത്തവരാണെങ്കിൽ നമ്മൾ ഇന്നലത്തെ പ്രോപ്പർ ആയിട്ടുള്ള ആ ഒരു അനാലിസിസ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം 1 അവറിൽ എന്ത് പ്ലാനാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ പ്രോപ്പർ ആയിട്ട് ആ പ്ലാനിൽ കൺഫർമേഷൻ കിട്ടി. മാർക്കറ്റ് നമ്മൾ മിനിഞ്ഞാന്നും മറ്റു തലേ ദിവസമായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു 3 മിനിറ്റിന്റെ താഴെയുള്ള സോൺ, ഒരു 500 പോയിന്റ്സ് മാർക്കറ്റ് താഴെ. സോ പ്രോപ്പർ ആയിട്ട് മാർക്കറ്റ് അവിടെ വന്നായിട്ട് ഇന്നത്തെ സെക്ഷനിൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാം. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അതിൽ അപ്ഡേറ്റ് പറഞ്ഞു തരുന്നുണ്ട്. സോ ഫ്യൂച്ചർ അല്ലെ, ഫ്യൂച്ചറിന്റെ ഒറ്റ കണ്ടീഷനിലാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, മാർക്കറ്റ് താഴേക്ക് ഈ ഒരു കാര്യത്തിലേക്ക് എത്തും എന്നുള്ളത്. പക്ഷെ ഇന്നത്തെ മാർക്കറ്റിൽ കുറെ കൺഫ്യൂഷൻസ് ഉണ്ടാവും. കാരണം ലോജിക്കലി നിങ്ങൾ വെറുതെ ഒന്ന് മാർക്കറ്റിലേക്ക് നോക്കുക, മാർക്കറ്റ് എന്താണ് കറന്റ്ലി ഇന്ന് ചെയ്തത്. പ്രീമിയംസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തിട്ടുണ്ട്, അതല്ല മാർക്കറ്റ് ഇന്ന് ഏതെങ്കിലും ഒരു വൺ ഡയറക്ഷനിലേക്കുള്ള ഒരു മൊമെന്റം തന്നിട്ടുണ്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മനസ്സിലാവും. പിന്നെ വിക്സ് വളരെ കൂടിക്കാണ്, അതുകൊണ്ട് തന്നെ ഹൈ വോളട്ടൈലായിരിക്കും മാർക്കറ്റിന്. സോ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി ഇരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞാൽ. അപ്പൊ എന്ത് ചെയ്യണം, എല്ലാവരും ഈ പറയുന്ന നമ്മളുടെ പ്ലാൻസ് എല്ലാ ദിവസവും പ്ലാൻസ് എടുക്കുക, വർക്ക്ഔട്ട് ചെയ്യുക. അതിൽ റിസൾട്ട് എന്തായിക്കോട്ടെ, ലോസ് ആയിക്കോട്ടെ പ്രോഫിറ്റ് ആയിക്കോട്ടെ, ഇവിടെ കമന്റിൽ നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യുക. കാരണം എന്നാലാണ് എനിക്ക് അറിയാൻ പറ്റുള്ളൂ നിങ്ങളൊക്കെ ചെയ്തിട്ട് എന്തെങ്കിലും മെച്ചമുണ്ടോ എന്നുള്ള കാര്യം. എല്ലാവരും കമന്റിൽ നിങ്ങളുടെ അഭിപ്രായം അപ്ഡേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്താ ലൈക്ക് ചെയ്യുക, അല്ലാത്ത ആളുകൾ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് പോവുക. നമ്മൾ കൂടുതലും ട്രേഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. മാർക്കറ്റ് അനാലിസിസ് ഉണ്ട്. ഇനി നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് സീരീസ് വരുന്നുണ്ട്. നമ്മൾ ടെക്നിക്കൽ അനാലിസിസിന്റെ ഒരു കംപ്ലീറ്റ് സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ കൂടുതൽ പറഞ്ഞ് വലിച്ചിട്ട് നമുക്ക് നേരെ നമ്മുടെ ഇന്നത്തെ അനാലിസിസിലേക്ക് പോയാലോ. ബാ. ഇന്ന് എല്ലാവരുമായ ഒരു കൺഫ്യൂഷനിലായിരിക്കും. മാർക്കറ്റ് ഇത്രയും നല്ല മൊമെൻറ്റം തന്നു, ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ്, പല സപ്പോർട്ട്സ് പല സെറ്റപ്സ് എനിക്ക് വർക്ക് ചെയ്തില്ല, വന്നു പോയി അല്ലേ. അപ്പം നിങ്ങൾ എപ്പോഴും മാർക്കറ്റ് നോക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു റിയാലിറ്റി നോക്കുക, മാർക്കറ്റിൽ എന്താണ് നടന്നത് എന്നുള്ള കണ്ണ് തുറന്ന് നോക്കുക. കാരണം നമ്മൾ ബയേഴ്സാണ്. സോ നമുക്കൊരു ഡയറക്ഷനിലേക്ക് ഒരു കണ്ടിന്യൂസ് മൊമെൻറ്റം വേണം അല്ലേ. അപ്പോൾ ആ ഡയറക്ഷനിലേക്ക് കണ്ടിന്യൂസ് മൊമെൻറ്റം ഉണ്ടെങ്കിൽ മാത്രമാണ് മാർക്കറ്റ് നമുക്ക് എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. മാർക്കറ്റ് ഇപ്പോൾ ഇന്ത്യ വിക്സ് കൂടുതലാണ് അല്ലേ. വിക്സ് എന്താണ്, ഒരു ഫിയർ ഇൻഡെക്സ് ആണ്. മാർക്കറ്റിലൊരു ഫിയർ ആയിട്ട് മാർക്കറ്റിൽ എന്തെങ്കിലും ഒരു പേടി പരത്തുന്ന കാര്യങ്ങളുണ്ട്, ഇല്ലെങ്കിൽ നെഗറ്റീവായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മാർക്കറ്റ് വരുന്ന സമയത്ത് വിക്സ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ മാർക്കറ്റിൽ നോർമലി നമ്മൾ ഓപ്ഷൻ ബൈസിന് എന്താണ് ഭയങ്കര വോളട്ടൈലായിട്ടുള്ളൊരു മാർക്കറ്റ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഇപ്പോഴത്തെ മാർക്കറ്റ് ഹൈലി വോളട്ടൈലായിട്ടുള്ളൊരു മാർക്കറ്റാണ് കറൻറ്റ്ലി നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. സോ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഇന്ന് മേളിലേക്കും താഴേക്കും അഗ്രസീവായിട്ട് തന്നെ ഒരു 600 പോയിന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുള്ളൂ. സോ അതിൻ്റെ ഒപ്പം തന്നെ ഈ ഫ്യൂച്ചറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഫ്യൂച്ചറിലേക്ക് ഇവിടെ പ്രോപ്പറായിട്ടൊരു ഗ്രാബൊക്കെ നടന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. സോ മാർക്കറ്റ് ഒട്ടും എന്താ പറയുക സ്റ്റേബിൾ ആയിട്ടുള്ളൊരു മാർക്കറ്റ് അല്ല, ഒരു ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടില്ല. അതാണ് നിങ്ങൾ അതിൻ്റെ റിയാലിറ്റി എന്ന് പറയുന്നത്. മാർക്കറ്റ് ഡയറക്ഷനിലേക്ക് പോയിട്ടില്ല. മിനിഞ്ഞാന്നും ഇന്നലെ മാർക്കറ്റ് എവിടെയാണോ അവിടെ നിന്നൊരു സ്ഥലത്തേക്ക് ഇന്നും മാർക്കറ്റിന് പോകാൻ പറ്റിയിട്ടില്ല. സോ നല്ല രീതിയിൽ ഇൻഡിസിഷൻ മാർക്കറ്റിൽ കറൻ്റ് ഉണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോ ഇന്ന് ഇത്രയും മൊമെൻറ്റം മാർക്കറ്റ് മൂവ് ചെയ്തു, അതിൽ പല കാര്യങ്ങളുണ്ടാവും. കൂടുതൽ പ്രോഫിറ്റ് എടുത്ത ആൾക്കാരുണ്ടാവും. മനസ്സിലാക്കുക, ഒരു ബയറിൻ്റേതായ ഒരു വൺ ഡയറക്ഷനിലേക്ക് മാർക്കറ്റിന് മൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. സോ നമുക്ക് ഇന്നത്തെ പ്ലാനിലേക്ക് പോകാം. സോ നമ്മൾ ഇന്നലെ എന്താണോ ഡിസ്കസ് ചെയ്തത്, നമ്മൾ ഇന്നലെ വരച്ച കംപ്ലീറ്റ് നമ്മൾ എന്തൊക്കെയാണോ പ്ലോട്ട് ചെയ്തിട്ടുള്ളത് കറക്റ്റ് ആ ഒരു സോണിലേക്കൊക്കെ മാർക്കറ്റ് പ്രോപ്പറായിട്ട് വന്നു. 3-4 ദിവസമായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ആ ഒരു സോൺ മാർക്കറ്റ് എടുക്കും എന്നുള്ളത് അല്ലേ. സോ മാർക്കറ്റ് ഇന്ന് അടിപൊളിയായിട്ട് തന്നെ ആ ഒരു സോണിനടുത്തേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട്. കണ്ടോ, എത്ര ദിവസം മുമ്പാണ് നമ്മൾ പറയണേ ഈ സോൺ മാർക്കറ്റ് ഈ ബാലൻസ് അല്ലെങ്കിൽ ഈ ഒരു സോണ് മാർക്കറ്റ് എടുക്കുമെന്നുള്ള കാര്യം. മാർക്കറ്റ് ഇന്ന് പ്രോപ്പറായിട്ട് ആ ഒരു സോൺ എടുത്തിട്ടുണ്ടോ ഇല്ലയോ അതാണ് ചോദ്യം. ഇവിടെ നോക്കുമ്പോൾ എടുത്തിട്ടില്ല. പക്ഷേ നമുക്ക് നേരെ ഫ്യൂച്ചറിലേക്ക് പോയാലോ. ഇവിടെ എന്ത് സംഭവിച്ചേ, സെറ്റ് ചെയ്തു കണ്ടോ. ഇതിന് താഴെയുള്ള ഓർഡേഴ്സൊക്കെ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഫ്യൂച്ചേഴ്സിൽ ഒറ്റ ക്യാൻഡിലിൽ ഇതൊക്കെ ടേക്ക് ചെയ്തു മാർക്കറ്റ്. മനസ്സിലായോ. സോ അവിടെ നിന്ന് കറൻ്റ് എന്തില്ല, ഓർഡേഴ്സ് ഇല്ല. ഓൾറെഡി അവിടെയുള്ള എല്ലാ ഓർഡേഴ്സും മാർക്കറ്റ് ടേക്ക് ചെയ്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സോണിലേക്ക് ഇനി എക്സ്പെക്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. മനസ്സിലായോ. ഇനിയും നമ്മളത് കൺസിഡർ ചെയ്തിട്ടുള്ള ട്രേഡ്സ് പ്ലാൻ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. സോ മാർക്കറ്റ് നല്ല രീതിയിൽ ഇപ്പോൾ ഡെയിലി ഇന്നത്തെ ഒരു ദിവസത്തിലെ ക്യാൻഡിൽ നോക്കാന്നുണ്ടെങ്കിൽ ഡെയിലി നോക്കി ഡേ ക്യാൻഡിലേക്ക് സ്വിച്ച് ചെയ്യാം. കണ്ടോ ഇന്നത്തെ ക്യാൻഡിൽ എന്താ ചെയ്തേ നോക്കി,
നല്ലൊരു ഫൈറ്റ് അല്ലേ മാർക്കറ്റിൽ നടന്നത്. നമുക്ക് ഇവിടെ വരെ സെല്ലേഴ്സ് കൊണ്ടുവന്നിട്ട് പ്രൈസ് അക്യുറസി ആക്റ്റീവ് ആയിരുന്നു ഇവിടെ. സോ ഇവിടെ പ്രോപ്പറായിട്ട് നോക്കാന്നുണ്ടെങ്കിൽ റിവേഴ്സൽ ക്യാൻഡിൽ ഫൈറ്റ് ക്യാൻഡിലാണ് അല്ലേ. സോ ഇവിടെ നോർമലി ഈ ഒരു 3 days വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ ബോഡി എന്ന് പറയുന്നത് ബോഡി ക്ലോസ് ഈ ഒരു സോണിന് മുകളിലോ താഴെയോ തന്നിട്ടില്ല. കണ്ടോ, ഇതിന് കംപ്ലീറ്റ്ലി മാർക്കറ്റിൽ ഇപ്പോഴും ഇൻഡിസിഷൻ അല്ലെങ്കിൽ മാർക്കറ്റിൽ സ്ട്രോങ് ഫൈറ്റ് കറൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സോണിനുള്ളിൽ. കണ്ടോ, അങ്ങോട്ടേക്കും ഇല്ല ഇങ്ങോട്ടേക്കും ഇല്ല. ഇവിടെ നമുക്ക് ഡെയിലി ആക്കി കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും. നല്ല അടിയാണ് ഇവരോട് കിടന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ, സോ 3 ക്യാൻഡിലിനെ വിട്ടിട്ട് എങ്ങോട്ടേക്കും മാർക്കറ്റിന് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. കണ്ടോ, സോ നല്ലൊരു വലിയ മൊമെൻറ്റം, വലിയൊരു പ്രൈസ് റേഞ്ച് ഉണ്ട് അതിനുള്ളിൽ. സോ അതിനുള്ളിൽ നല്ല ട്രേഡ് പ്ലാൻ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്നും നമുക്കത് ഡിസ്കസ് ചെയ്യാം. എന്താണ് ഇന്ന് നടന്ന കണ്ടീഷൻ. സോ ഇന്ന് എനിക്കിവിടെ എന്തൊക്കെ സംഭവിച്ചു ഏതൊക്കെ സംഭവിച്ചു. രാവിലെ നമ്മൾ പ്രോപ്പറായിട്ട് പറഞ്ഞ പോലെ എവിടെയാണ്, നമുക്കൊരു 5 minutesലേക്ക് സ്വിച്ച് ചെയ്യാം. 5 minutesലേക്ക് സ്വിച്ച് ചെയ്യാം. ഇന്നലെ എന്താ പറഞ്ഞത്, ഈ മെയിൻ സോണിൽ തന്നെ ഇന്നലെ റിവേഴ്സ് ആയിട്ടില്ല. കണ്ടോ, അപ്പോൾ ഈ മേജർ സോണിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാമെന്നാണ് പറഞ്ഞത്, ഇവിടെ നിന്ന് റിവേഴ്സായ താഴേക്ക് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ രാവിലെ തന്നെ ഇവിടെ എന്ത് ചെയ്തു, ഒന്ന് ഇൻഡെക്സിൻ്റെ ചാർട്ടിലേക്ക് വരാം, കൺഫ്യൂഷൻ ആവാം. കണ്ടോ, സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് രാവിലെ ഓപ്പൺ ചെയ്തു. കണ്ടോ, ഇവിടെയാണ് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുള്ളത് അല്ലേ. ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് മാർക്കറ്റ് തന്നു. കണ്ടോ, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് അല്ലേ മാർക്കറ്റ് മേളിലേക്ക് വന്നേക്കുന്നത്. സോ എഗെയിൻ മാർക്കറ്റ് എന്താണ്, ഇതാണ് മേജറായിട്ടുള്ള ഒരു ലോ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുക. സോ ഇവിടെ ഇതിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൺഫർമേഷനായി താഴേക്ക്. സോ അഗെയിൻ ബ്രേക്ക് ഔട്ട് ട്രേഡ് ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന സോണിന് താഴേക്കുള്ള ട്രേഡ്, ഇപ്പോൾ ബ്രേക്ക് ഔട്ട് നോക്കുന്നവർ ആണെങ്കിൽ ഇവിടെ താഴേക്കുള്ള ട്രേഡ് നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും. എസ് എൽ നിങ്ങൾ എങ്ങനെയാണോ യൂസ് ചെയ്ത് നോക്കുക അതേപോലെ നോക്കുക. ഞാൻ ബ്രേക്ക് ഔട്ട്സ് നോക്കാറില്ല. സോ നിങ്ങളെങ്ങനെയാണോ അതിനെ യൂട്ടിലൈസ് ചെയ്യുക അത് ആ രീതിയിൽ നിങ്ങൾ എടുത്തിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ടോ, നല്ലൊരു റിജക്ഷൻ, അതിനുശേഷം മാർക്കറ്റ് മേളിലേക്ക് വന്നു. സോ ഞാനിവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന സോൺ എന്ന് പറയുന്നത്, എൻട്രി സോൺ എന്ന് പറയുന്നത് ഈ ഒരു സോണായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇവിടെയാണ് ഞാൻ എൻട്രി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഞാനിവിടെ എന്ത് ചെയ്തു, ഇവിടെ പ്രോപ്പറായിട്ട് മാർക്കറ്റിന് ഒരു എൻട്രി നോക്കി. ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മൾ പ്രീവിയസ് ഡേ ഇന്നലെ ഇത്രയും ലിക്വിഡിറ്റിയോടെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ലോയാണ് ഞാൻ എന്ത് ചെയ്തത്, ടാർഗറ്റായിട്ട് പ്ലാൻ ചെയ്തു. സോ അതിനുള്ളിൽ നമ്മുടെ റിസ്ക് റിവാർഡ് 1:3 1:4 എടുത്തിറങ്ങാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റാണ്. ഇവിടെ റിസ്ക് റിവാർഡ് നല്ല റിസ്ക് റിവാർഡ് ഉണ്ട് അല്ലേ, 1:10 ഉണ്ട്. പക്ഷേ ഇതിനുള്ളിൽ 1:10 ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഒരു 3 to 4 ഒക്കെയാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുക. പക്ഷേ മാർക്കറ്റ് എന്താണ് ചെയ്തേ, മാർക്കറ്റ് സോ ഇവിടെ നിന്ന് ഓൾറെഡി കണ്ടിന്യൂ ആയിപ്പോയി. സോ ഇത് കിട്ടിയില്ലല്ലോ. സോ ഇത് പോസിബിൾ ആണോ, മാർക്കറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് ഇവിടെ പല ക്രൈറ്റീരിയാസ് ഉണ്ട് കേട്ടോ. ബ്രേക്ക് ഔട്ട് തന്നു. സോ ഈ ടോട്ടൽ മൊമെൻറ്റത്തിൻ്റെ ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ ഇംബാലൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അങ്ങനെ പല പല മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ എൻട്രി നോക്കാനുള്ള കാരണം. പക്ഷേ ഇവിടെ കോർഡിനേഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ പ്രോപ്പറായിട്ട് നമ്മളുടെ ആരെ നോക്കുകയാണെങ്കിൽ 3 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്തിട്ട് നമ്മുടെ ഈ പറഞ്ഞ ആളെ ഇവിടെ എന്താ സംഭവിച്ചെന്ന് നോക്കാം. സോ ഇത് രാവിലെ തന്നെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. സോ ഇവിടെ എന്താണ് ശരിക്കും നടന്നത്, കണ്ടോ, രാവിലെ വന്നു, ഇവിടെ ബ്രേക്ക് ഔട്ട് തന്നു, തിരിച്ചിവിടെ ചേഞ്ച് ചെയ്തു. കണ്ടോ, യെസ്, നമ്മൾ ആ ഉദ്ദേശിച്ച കറക്റ്റ് പ്ലാൻ അപ്ലൈ ആയത് ഇവിടെയാണ്. കണ്ടോ, കറക്റ്റ് പ്ലാൻ അപ്ലൈ ആയിട്ടുള്ളത് ഇവിടെയാണ്. പ്രോപ്പറായിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, ഫ്യൂച്ചേഴ്സിലാണ് കറക്റ്റായിട്ട് മാർക്കറ്റ് അവിടെ വന്ന് റെസ്പെക്റ്റീവ് ക്രോസ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം നമുക്ക് കുറേ അപ്ഡേറ്റ്സ് കാര്യങ്ങളുണ്ട്, കുറേ നമുക്ക് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങൾ ഉള്ളതുകൊണ്ടിട്ട് എന്ത് പറ്റി, മിസ് ഔട്ടായി പോയി ഫ്യൂച്ചർ ആ സമയത്ത് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ സ്വാഭാവികം, ഇത് മാർക്കറ്റിൽ നടക്കുന്ന ഒരു കാര്യമാണ്, പ്രശ്നമില്ല. സെക്കൻഡ് മാർക്കറ്റ് ഇവിടെ എന്ത് ചെയ്തു, മാർക്കറ്റ് ഇവിടെ വന്നു, BOS തന്നു. കണ്ടോ, സോ അതേപോലെ ഇവിടെയും മാർക്കറ്റ് BOS വന്നു. സോ ഇവിടെ ഫ്യൂച്ചറിനെ കൺസിഡർ ചെയ്തിട്ട് നമുക്ക് ഇവിടെ ട്രേഡ് പ്ലാൻ ചെയ്യാമായിരുന്നു. പക്ഷേ ഞാനെപ്പോഴും ഫോളോ ചെയ്യുന്നതിൻ്റെ കുറച്ച് റൂൾസ് ഉണ്ട്. ആ റൂൾസിനെ ഗെയിൻസ് ഞാൻ ചെയ്യാറില്ല, മനസ്സിലാവും. അപ്പോൾ ഇവിടെ 50 ഇക്വിലിബ്രിയം അല്ലെങ്കിൽ എന്താണ് ഡിസ്കൗണ്ട്, ഇതാണ് പ്രീമിയം. അപ്പോൾ ഇങ്ങനെ കുറച്ച് കണ്ടീഷൻസ് ഞാൻ എന്ത് ചെയ്യാറുണ്ട്,
ഞാൻ നോക്കിയിട്ടാണ് ചെയ്യാറുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തില്ല, ഈ പറയുന്ന കാര്യം പ്രോപ്പറായിട്ട് നോക്കിയിട്ടാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മുടെ റൂൾസ് നമ്മൾ ഞാൻ ബ്രേക്ക് ചെയ്യാനായിട്ട് ഒരിക്കലും സമ്മതിക്കാറില്ല. അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്തു, പണി കിട്ടി. മനസ്സിലായോ? ഇവിടെ നമുക്ക് ട്രേഡ് കിട്ടിയില്ല, ഇവിടെ വന്നു, പ്രോപ്പറായിട്ട് ഇവിടെ വന്നില്ല. പ്രോപ്പറായിട്ട് നമ്മൾ ടാർഗറ്റിലെത്തിയോ? യെസ്, ഇവിടെ വന്നു അല്ലേ. ഇത് സ്വാഭാവികമാണ്, ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യുക. ഇതൊക്കെ ഒരു പുതിയ ലെസണായിട്ട് നമ്മൾ പഠിച്ചെടുക്കുക. മനസ്സിലാവും? ഇതാണ് നമ്മുടെ കറൻ്റ്ലി ഇന്ന് മാർക്കറ്റ് രാവിലത്തെ ഒരു എൻട്രി സെറ്റപ്പിൽ നമുക്ക് ഉള്ള ഒരു കണ്ടീഷൻ. സോ ഇവിടെ എന്താണ് പിന്നീട് മാർക്കറ്റ് കാട്ടിക്കൂട്ടിയത് അല്ലേ? മൊത്തത്തിൽ നമുക്ക് കൺഫ്യൂസ്ഡ് ആയിരുന്നു. എനിക്ക് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല ആളുകളും കുറേ ഡൗട്ട്സ് അതിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് പോകാൻ ഞാൻ. സോ മാർക്കറ്റ് പിന്നെയും നമ്മൾ പറയുന്ന സോണിൽ വന്നു അല്ലേ. യെസ്, പിന്നെ അഗ്രസീവായിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോയി അല്ലേ. സോ കണ്ടിന്യൂവേഷൻ പ്ലാൻ നോക്കാനാണെങ്കിൽ എന്താ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. 1 അവറിൻ്റെ പ്ലാൻ കണ്ടിന്യൂവേഷൻ ആണെങ്കിൽ ഇവിടെ ഒരു എങ്ങോട്ടും മാർക്കറ്റ് മൂവ് ചെയ്യുന്നില്ല. നിങ്ങളത് ശ്രദ്ധിച്ചോ? 1 അവറിൽ മാർക്കറ്റ് ഒരു കണ്ടിന്യൂവേഷൻ തരുന്നുണ്ടോ? കണ്ടോ? ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്നു, ഇവിടെ വന്നു. യെസ്, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ട് ഇങ്ങനെ ഇവിടെ വരുന്നു, ഇങ്ങോട്ട് വരുന്നു, ഇങ്ങനെ ഇവിടെ വരുന്നു. യെസ്, ഒരു കണ്ടിന്യൂവേഷൻ ഇല്ല. മനസ്സിലാവും? ഈ ഒരു ലോയിനെയും കണ്ടോ, ഈ ഒരു ലോയിനെയും അതേപോലെ ഈ ഒരു ഹൈനെയും, ഇതാണ് നമ്മൾ ഹൈ ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലേക്കോ താഴേക്കോ മാർക്കറ്റ് പോകണില്ല. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ആലോചിക്കേണ്ട മുകളിലേക്ക് മാർക്കറ്റ് ക്യാൻഡിൽസ് വന്നിട്ടുണ്ടല്ലോ. പക്ഷേ ഫ്യൂച്ചറിലേക്കാണ് നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്നത്. കണ്ടോ? ഫ്യൂച്ചറിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന 1 അവറിൽ ക്ലോസ് ഇന്ന് ഇപ്പോഴാണ് സംഭവിച്ചിട്ടുള്ളത് അല്ലേ. നോക്കി, ഇതാണ് 1 അവറിൻ്റെ സോൺ. ഇവിടെയാണ് ബ്രേക്ക് ഔട്ട് വന്നിട്ടുള്ളത്. കണ്ടോ? സോ ഫ്യൂച്ചറിൽ ഇപ്പോൾ ലാസ്റ്റ് മിനിറ്റിലാണ് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തത്. സോ ഇപ്പോഴാണ് നമുക്ക് ഇവിടെ മേജറായിട്ടൊരു സപ്ലൈ സോണിനെ അല്ലെങ്കിൽ ഒരു മേജർ സോണിനെ ക്ലോസ് ചെയ്തു എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ടൈം ഇതാണ്. മനസ്സിലാവും? അപ്പോൾ അത്രയും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു മാർക്കറ്റാണ്. പക്ഷേ അതിൽ സ്റ്റഡീസിൽ നല്ലൊരു ട്രേഡ് രാവിലെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അവിടെ എല്ലാവരും അത് എൻട്രി എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ ഞാൻ പറയുന്ന എൻ്റെ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഞാൻ ഫോളോ ചെയ്യുന്ന റൂൾസ് മനസ്സിലാവും. ആ ഒരു റൂള് കിട്ടും. അതേപോലെ പ്രോപ്പറായിട്ടൊരു റൂള് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ വെക്കുക. ആ റൂൾസിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഫോക്കസ് ചെയ്യുക. മനസ്സിലാവും? സെക്കൻഡ്, ഇവിടെ നിന്ന് ഇമ്പൾസീവായിട്ടുള്ളൊരു മൊമെൻറ്റം മാർക്കറ്റ് എന്ത് ചെയ്തു, മുകളിലേക്ക് തന്നു. കണ്ടോ? ഇവിടെ നിന്ന് ഇമ്പൾസീവായിട്ടൊരു മൊമെൻറ്റം മാർക്കറ്റ്. ഇവിടെ എന്താണ് ശരിക്കും നോക്കി, നല്ലൊരു പുഷ്. സോ ഇവിടെ പ്രോപ്പറായിട്ട് മാർക്കറ്റ് 3 മിനിറ്റിൽ റിവേഴ്സൽ സിഗ്നൽ കാണിച്ചു. കണ്ടോ? ഇവിടെ ഒരു മേജർ ബ്രേക്ക് ഔട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇത്രയും ഇമ്പൾസീവാണ്. നല്ല രീതിയിലൊരു സെൽ ഓഫ് തന്നു. എഗെയിൻ നല്ല രീതിയിലൊരു ബൈയിങ് മാർക്കറ്റ് മുകളിലേക്ക് തന്നിട്ടുണ്ട്. കണ്ടോ? യെസ്, നല്ല രീതിയിലുള്ള ബൈയിങ്. സോ ഇവിടെ നോക്കാന്നുണ്ടെങ്കിൽ മേജറായിട്ട് നമുക്കൊരു മേജർ ബൈയിങ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും ഈ ഒരു സോണാണ് അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു സോണിൽ നിന്നും അടുത്തൊരു ട്രേഡ് പ്ലാൻ നോക്കാം എന്നുള്ള രീതിയിൽ നമ്മളൊന്ന് വെയിറ്റ് ചെയ്തു. യെസ്, മാർക്കറ്റ് അതിന് ശേഷം പോയി. യെസ്, താഴേക്ക് കണ്ടോ, താഴേക്ക് മാർക്കറ്റ് വന്നു. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇമ്പൾസീവാണ്, താഴേക്ക് വരുന്നത് ഇമ്പൾസീവാണ്. പക്ഷേ മേളിലേക്ക് പോയത് വെച്ച് നോക്കുമ്പോൾ കുറച്ച് കറക്റ്റീവ്നെസ് മാർക്കറ്റിലുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നൊരു ട്രേഡ് പ്ലാൻ നമ്മൾ നോക്കാം എന്നുള്ളത് കരുതി മേളിലേക്ക്. സോ ഇവിടെ നമ്മൾ മേളിലേക്കാണ് ഒരു പ്ലാൻ നോക്കിയത്. നിങ്ങൾ നോക്കുക, നമ്മളുടെ ക്രൈറ്റീരിയാസ് നോക്കുക. പ്രോപ്പറായിട്ട് മാർക്കറ്റ് കൺഫർമേഷൻ തന്നിട്ടാണ് നോക്കിയത്. സോ ഈ ഒരു ഹൈനെയാണ് നമ്മൾ എന്ത് ചെയ്തത്, ടാർഗറ്റായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. മനസ്സിലാവും? സോ അതുപോലെ തന്നെ ഇതാണ് നമ്മൾ ടാർഗറ്റായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ മാർക്കറ്റ് എന്ത് ചെയ്തു, സിമ്പിളായിട്ട് മാർക്കറ്റ് ടാപ്പ് ചെയ്തു. കണ്ടോ? ടാപ്പ് ചെയ്തു. സോ അവിടെ ക്യാൻഡിൽ ബേസ് ചെയ്ത് നോക്കിയാൽ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു റിവേഴ്സൽ ഫൈറ്റിംഗ് ക്യാൻഡിൽ അവിടെ വന്നു. എഗെയിൻ മാർക്കറ്റ് എന്ത് ചെയ്തു, നമ്മുടെ SL എടുത്തു. കണ്ടോ? സോ ഇവിടെയാണ് നമ്മൾ ഫസ്റ്റ് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സിമ്പിളായിട്ട് മാർക്കറ്റ് അവിടെ നിന്ന് എന്താ ചെയ്തതെന്ന് നോക്കാം നമുക്ക്. സോ SL എടുത്തു, മാർക്കറ്റ് താഴേക്ക് വന്നു. സോ അതുപോലെ തന്നെ ഇനി മാർക്കറ്റിൽ കണ്ടോ, കംപ്ലീറ്റ്ലി മാർക്കറ്റ് ഇവിടെയുള്ള എല്ലാം കംപ്ലീറ്റ്ലി വന്നു. സോ പിന്നീട് നോക്കാനാണെങ്കിൽ നമുക്കൊരു 15 മിനിറ്റിൻ്റെ ഒരു പ്ലാനിലേക്ക് സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ തന്നെ ഉണ്ടോ, 15 മിനിറ്റിൽ മാർക്കറ്റ് ഫ്യൂച്ചറിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാം.
ഫ്യൂച്ചറിലേക്ക് വരുന്ന സമയത്ത് 50 മിനിറ്റിൽ പ്രോപ്പറായിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തുകൂടെ? ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് മാർക്കറ്റ് തന്നു. ഇവിടെ ഇതിന് താഴെയുള്ള ബ്രേക്ക് ഔട്ടില്ല, ഏകദേശം ഈ ഒരു സോണിലേക്ക് മാർക്കറ്റ് വന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു? താഴേക്ക് വന്നു അല്ലേ? അപ്പോൾ ഇവിടെയാണ് സിനാരിയോ. ഈ സമയത്ത് നോക്കുകയാണെങ്കിൽ ഇതാണ് മാർക്കറ്റിൻ്റെ സിനാരിയോ, താഴേക്ക് വന്ന് നിൽക്കുക അല്ലേ? സോ ഈ സിനാരിയോയിൽ നമ്മൾ 3 മിനിറ്റിലേക്ക് അല്ലെങ്കിൽ 3 മിനിറ്റിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് മാർക്കറ്റ് നല്ലൊരു റിജക്ഷൻ ഇവിടെ നിന്ന് താഴേക്ക് തന്നായിട്ട് കാണാം. സോ നമുക്ക് ഇൻഡെക്സിലേക്ക് കണക്ട് ചെയ്യാം. ഇൻഡെക്സിൽ നമ്മൾ എന്ത് ചെയ്തു? നേരെ 3 മിനിറ്റിലേക്ക് കണക്ട് ചെയ്തു. സോ മാർക്കറ്റ് ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ ഈ ഒരു സോണിനെ ക്രോസ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ കണ്ടിന്യൂഷൻ ഏതാ? 50 മിനിറ്റിൻ്റെ ഒരു കണ്ടിന്യൂഷൻ അല്ലേ ശരിക്കും? നോക്കി 50 മിനിറ്റ് ഇവിടെ ബ്രേക്ക് ഔട്ട് വന്നു, എഗെയിൻ ഇവിടെ വന്നു, എഗെയിൻ ഇനിയും മാർക്കറ്റ് ഒരു പുൾ ബാക്ക്, ഒരു ക്യാൻസൽ പുൾ ബാക്ക് തന്ന് എഗെയിൻ താഴത്തേക്ക് അല്ലേ? ഒരു റീടെസ്റ്റ് തന്ന് മാർക്കറ്റ് താഴത്തേക്ക് പോകാൻ പോസിബിലിറ്റി. അതാണ് നമ്മൾ അപ്പോൾ നമ്മൾ പ്ലാൻ എടുത്തു അല്ലേ? പ്ലാൻ എടുത്ത് നോക്കിയപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റിയ സോ എന്ന് പറഞ്ഞാൽ ഇത്രയും ഇമ്പൾസീവായിട്ടുള്ള മൊമെൻറ്റം മാർക്കറ്റിൽ ഇവിടെ ഉണ്ട്. സോ അവിടെ നമ്മൾ മേജറായിട്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, എന്നാലും നിങ്ങൾ നോക്കിക്കേ കണ്ടോ, പ്രോപ്പറായിട്ട് മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു സോൺ, ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ സിനാരിയോ തന്നെയാണ് നമ്മൾ ഇവിടെ നോക്കിയത്. ഇവിടെ നമ്മൾ കൺഫർമേഷൻ വെച്ച് മേളിലേക്ക് നോക്കി. സോ എഗെയിൻ മാർക്കറ്റ് താഴേക്ക് വന്നപ്പോൾ ഒരു കണ്ടിന്യൂഷൻ സിനാരിയോ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് പ്രോപ്പറായിട്ട് എന്ത് ചെയ്തു? ഇത് ഹൈ ടൈം ഫ്രെയിമിൻ്റെ 15 മിനിറ്റിൻ്റെ പ്ലാനിലാണ് നമ്മൾ സ്വിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു OB ആണ് നമ്മൾ വാലിഡായിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളത് ഇൻറ്റേർണലി. സോ അടുത്തൊരു പ്ലാൻ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ നിന്നാണ് എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. സോ ഇതൊരു കണ്ടിന്യൂഷൻ പ്ലാൻ, 50 മിനിറ്റിൻ്റെ 1 ഹവറിൻ്റെ കണ്ടിന്യൂഷൻ പ്ലാനാണ് നമ്മൾ നോക്കിയത്. മനസ്സിലായോ? പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചെന്ന് നോക്കാം. കണ്ടോ? യെസ് വന്നു. സിമ്പിളായിട്ട് മാർക്കറ്റ് അവിടെ വന്നിട്ട് എന്ത് ചെയ്തില്ല? കണ്ടിന്യൂഷൻ തന്നില്ല. മാർക്കറ്റ് ത്രൂ ഔട്ട് നേരെ വന്നു നമ്മുടെ 1 ഹവറിൻ്റെ സോണിനെ മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് ബ്രേക്കും ചെയ്തു. കണ്ടോ? ഇപ്പോൾ ഫ്യൂച്ചറിലേക്ക് പോയി കഴിഞ്ഞാൽ ഫ്യൂച്ചറിൻ്റെ കണ്ടീഷനിലേക്ക് പോയാൽ കണ്ടോ? കണ്ടീഷനിലേക്ക് പോയാൽ ഇവിടെ നിന്ന് നേരെ എന്താ ചെയ്തേ? കണ്ടോ? ഇത് വന്നു സിമ്പിളായിട്ട് 1 ഹവറിലേക്ക് സ്വിച്ച് ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാം. 1 ഹവറിൻ്റെ മേജർ ഹൈനെ മാർക്കറ്റ് ഇപ്പോഴാണ് എന്ത് ചെയ്തത്? ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. സോ കറൻ്റ്ലി ഫ്യൂച്ചറിൻ്റെ കണ്ടീഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന ഫ്യൂച്ചർ ഇപ്പോൾ എന്ത് ചെയ്യാണ്? ഫ്യൂച്ചേഴ്സ് നോക്കാം. ഫ്യൂച്ചേഴ്സിലേക്ക് പോവാം. ഈ സോണിനെ കണ്ടോ? 1 ഹവറിൻ്റെ സോണിനെ ബ്രേക്ക് ചെയ്തിട്ട് നിൽക്കുകയാണ്. കണ്ടോ? ബ്രേക്ക് ചെയ്തിട്ട് നിൽക്കുകയാണ്. സോ ഇതാണ് കറൻ്റ്ലി നമ്മളുടെ ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് നടന്നിട്ടുള്ളത്. സോ ഡെയിലിയിലേക്ക് വന്നപ്പോൾ എന്ത് മനസ്സിലായി? ഒരു ഡയറക്ഷനിലേക്ക് ഒരു ക്യാൻഡിലിന് മൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. താഴേക്ക് വന്നെങ്കിലും ഒരു കണ്ടിന്യൂഷൻ ഉണ്ടായിരുന്നില്ല അല്ലേ? അപ്പോൾ പ്രോപ്പറായിട്ട് മാർക്കറ്റിൽ ഇവിടെ ഇങ്ങനെ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് ബിൽഡ് ചെയ്യുന്നുണ്ട്. സോ എഗെയിൻ ഇന്നും മാർക്കറ്റ് അവിടെ നിന്ന് തന്നെ നല്ല രീതിയിലുള്ളൊരു ബൈയിങ് മാർക്കറ്റിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. സോ ഇത് എന്താവും എന്നുള്ളത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഈ വന്നിരിക്കുന്ന പുഷിൻ്റെ കറക്റ്റ് ഇക്വിലിബ്രിയത്തിലേക്ക് നമ്മൾക്കൊന്ന് ഫോക്കസ് ചെയ്യാം ഈ ഒരു ലോയിൽ നിന്ന്. ഓക്കെ, ഇതെന്തായാലും അവിടെ ഇരിക്കട്ടെ നിങ്ങളുടെ മൈൻഡിൽ. സോ ഇനിയൊരു റിവേഴ്സൽ സിഗ്നൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു സോണിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. മേളിലേക്കുള്ള അടുത്ത ദിവസങ്ങൾ നമുക്ക് ഈ ഒരു സോണിനെ ടാർഗറ്റ് ചെയ്തിട്ട് ട്രേഡ് പ്ലാൻസുകൾ നോക്കാം. സോ ഇതാണ് നമ്മളുടെ കറൻ്റ്ലി ഉള്ള പ്ലാൻ. സോ ഇതാണ് നമ്മുടെ കറൻ്റ്ലി ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെ ഓവറോൾ മാർക്കറ്റിൻ്റെ കണ്ടീഷൻസ് കാര്യങ്ങൾ. സോ നിങ്ങൾ മനസ്സിലാക്കുക, മാർക്കറ്റിൽ ഇന്നൊരു ബയറിൻ്റെ ആസ്പെക്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ഒരു ഡയറക്ഷനിലേക്ക് ഒരു കണ്ടിന്യൂഷൻ മാർക്കറ്റ് തന്നിട്ടില്ല. മനസ്സിലായോ? എങ്ങോട്ടും മാർക്കറ്റ് പോയിട്ടില്ല. ഇത്രയും ദിവസം മാർക്കറ്റ് നിന്ന് ആ ഒരു സോണിൽ തന്നെയാണ് മാർക്കറ്റ് ഇന്നും ഉണ്ടായിട്ടുള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, സോ നമ്മൾ പൊസിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് കണ്ടോ? സോ ഇതാണ് നമ്മൾ ആ 2 ട്രേഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാം ഏകദേശം 1.3 നമ്മൾ ആ ട്രേഡ്
എടുത്തിട്ടുള്ളത്. 60 ക്വാണ്ടിറ്റിയാണ് നമ്മൾ എടുത്തിട്ടുള്ള 45 പോയിൻറ്റ്സാണ് നമുക്ക് ഇതിൽ സ്റ്റോപ്പ് ലോസ് നമ്മൾ കീപ്പ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, ഏകദേശം 2700 ആണ് നമ്മൾ ഇതിൽ എന്ത് ചെയ്തിട്ടുള്ളത്, റിസ്ക് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് നമ്മൾ ക്വാണ്ടിറ്റി ആദ്യത്തേൽ നഷ്ടം വന്നു എന്ന് കരുതി കൂടുതലല്ല ചെയ്തത്, മനസ്സിലായി. നമ്മളവിടെ എന്താണ് കുറച്ച് ക്വാണ്ടിറ്റി എടുത്തു. സോ നമ്മുടെ സ്റ്റോപ്പ് ലോസ് കറക്റ്റ് റിസ്കിനെ മാനേജ് ചെയ്യാൻ അല്ലേ, നമ്മൾ മാക്സിമം റിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5,000 റുപ്പീസാണ് നമ്മൾ മാക്സിമം റിസ്ക് എടുക്കുക ഒരു ദിവസത്തിൽ അല്ലേ. അത് ഓൾറെഡി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോസ് പറഞ്ഞു. എപ്പോഴും നമ്മൾ 2,000 മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, 2,500 മാത്രമാണ് റിസ്ക് നമ്മൾ പ്ലാൻ ചെയ്ത് ഫസ്റ്റ് എൻട്രി നോക്കുക അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ എന്താണ് പറ്റിയിട്ടുള്ളത്, ഫസ്റ്റ് എൻട്രിയിൽ നമ്മൾ 2,700 ആണ് ബുക്ക് ചെയ്തിട്ടുള്ളത്, ലോസ് ബുക്ക് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് നമുക്ക് എത്രയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള റിസ്ക് മാനേജ്മെൻറ്റ് കൂടെ കാണാം. കേട്ടോ, 2,700 പ്ലസ് 2,063. സോ നെറ്റ് നോക്കിക്കഴിഞ്ഞാൽ 4,790 ആണ് നമ്മൾ ഇന്ന് ബുക്ക് ചെയ്തിട്ടുള്ള ലോസ് എന്ന് പറഞ്ഞാൽ, മനസ്സിലാവും. അപ്പോൾ ഈ പ്രോപ്പറായിട്ട് ഈ ഒരു റിസ്ക് മാനേജ്മെൻറ്റ് എല്ലാവരും ഫോളോ ചെയ്യണം, മേജറായിട്ടുള്ളത്, മനസ്സിലാവും. അപ്പോൾ ഇവിടെ നമുക്ക് ഇന്നിപ്പോൾ പ്രോപ്പർ ഡയറക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അല്ലേ. രണ്ടാമത്തെ പ്ലാനൊക്കെ ശരിക്കും കണ്ടിന്യൂഷൻ ആണെങ്കിൽ നല്ലൊരു ട്രേഡ് പ്ലാൻ ആയിരുന്നു. നമുക്ക് ഒരു കണ്ടിന്യൂഷൻ മാർക്കറ്റ് തന്നില്ല, 1 അവറിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഒന്നും മാർക്കറ്റ് തന്നിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഓവർ ട്രേഡിലേക്കുള്ള ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ പോകരുത്. മാക്സിമം പ്ലാൻസ് ഉണ്ടാവുക. പ്ലാൻ ഇല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ട്രേഡ് എടുക്കരുത്, മനസ്സിലാവും. പ്ലാൻ ഇല്ലെങ്കിൽ ട്രേഡ് എടുക്കരുത്. പ്ലാനിലേക്ക് മാത്രം വേണം നമ്മളെപ്പോഴും ട്രേഡ്സ് കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ അതിനാണ് എല്ലാ ദിവസവും നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരുന്നതും അതേപോലെ വീക്കിലി സെക്ഷൻസ് നിങ്ങൾക്ക് വെച്ചിട്ട് നമ്മൾ പറഞ്ഞു തരുന്ന കാര്യം. സോ ഈ വീക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 ദിവസത്തെ പ്ലാനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് നമ്മളുടെ പ്ലാൻസ് മാർക്കറ്റിൽ എക്സിക്യൂട്ട് ആയിട്ടുണ്ട് അല്ലേ. പ്രോപ്പറായിട്ടും പ്ലാൻസ് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് എക്സിക്യൂഷനും കൂടി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. നമുക്ക് പ്രോപ്പർ പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞ് എക്സിക്യൂഷൻ്റെ കാര്യം നമ്മൾ നോക്കണം, മനസ്സിലാവും. പ്ലാനിൽ മാത്രം പോയിട്ട് കാര്യമില്ല. നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് എക്സിക്യൂഷനാണ് നോക്കണം. ബ്രേക്കൗട്ടാണ് ചെയ്യണമെങ്കിൽ ബ്രേക്കൗട്ട് നോക്കണം, അല്ല നിങ്ങൾ റീടെസ്റ്റ് ആണെങ്കിൽ റീടെസ്റ്റ്. അപ്പോൾ എന്നും പ്ലാനിലേക്ക് എൻട്രി കിട്ടണമെന്നും എന്തില്ല, നിർബന്ധമില്ല, മനസ്സിലാവും. അതും നിങ്ങൾ ഇതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ സെറ്റപ്പിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. എല്ലാ ദിവസവും നമ്മളൊരു പ്ലാൻ ഉണ്ട്, എല്ലാ ദിവസവും ആ പ്ലാനിൽ എൻട്രി ചെയ്യണമെന്ന് വാശി പിടിക്കരുത്. നമ്മൾ എന്ത് ക്രൈറ്റീരിയ ആണോ എൻട്രിക്ക് വേണ്ടി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ക്രൈറ്റീരിയയിൽ മാത്രം വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ വിന്നിങ് റേഷ്യോ അല്ലെങ്കിൽ അതിൽ എത്രത്തോളം പ്രോബബിലിറ്റി ഉണ്ട് ആ ഒരു സെറ്റപ്പിൽ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെ നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം. നമ്മളിപ്പോൾ ഡെയിലി മാർക്കറ്റിൽ കഴിഞ്ഞതിന് ശേഷം ഒന്ന് റീപ്ലേ ചെയ്ത് നോക്കുന്നുണ്ട്. സോ ഇത് തന്നെയാണ് ബാക്ക് ടെസ്റ്റ്. ഇത് ഇയർലിയിലേക്കൊക്കെ നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും, മനസ്സിലാവും. അപ്പോൾ അത് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് നോക്കണം. സോ ഇതാണ് നമ്മുടെ കറൻറ്റ്ലി ഇന്നത്തെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് ഡേയിലുള്ള പ്ലാനിലേക്ക് നമുക്ക് നോക്കാം. എന്താണ് നെക്സ്റ്റ് പ്ലാൻ എന്നുള്ളത് നമുക്ക് നോക്കാം. സോ അതിൻ്റെ ഒപ്പം നമ്മൾ ഇന്നത്തെ അപ്ഡേറ്റ്സ് കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നമ്മൾ ഇന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളതും അതിലുള്ള ഡിസ്കഷൻസ് കാര്യങ്ങൾ നമുക്ക് നോക്കാം. സോ രാവിലെ നമ്മൾ ഗുഡ് മോർണിംഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. വെയിറ്റിംഗ് ടൈം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഗുഡ് മോർണിംഗ് ശേഷം പിന്നെ കംപ്ലീറ്റ്ലി വെയിറ്റിംഗ് ആയിരുന്നു. സോ കണ്ടോ, ഇവിടെ ഒരു കൺഫർമേഷൻ ഞാൻ ഓൾറെഡി ഇട്ട് കൊടുത്തു. ഇതാണ് നമ്മുടെ കറൻറ്റ്ലി കണ്ടീഷൻ. മാർക്കറ്റ് ഓൾറെഡി കൺഫർമേഷൻ എന്ന് പറയുന്നൊരു കാര്യം മാർക്കറ്റ് തന്നിട്ടുണ്ട്. കണ്ടോ, യെസ്, 1 മിനിറ്റിൽ മാർക്കറ്റ് താഴേക്ക് വന്നതായിട്ട് കാണാം. യെസ്, അപ്പോൾ അതിൻ്റെ ഒരു കോൺവെർസേഷനാണ് നമുക്ക്. ഇതിൻ്റെയൊക്കെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവിടെ ഡിസ്കസ് ചെയ്യാം. കണ്ടോ, ഇവിടെയൊക്കെ നല്ല രീതിയിലുള്ള ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. കണ്ടോ, യെസ്, നമ്മൾ പറഞ്ഞ പോലെ കണ്ടോ, ഇവർ ഓൾറെഡി ഇപ്പോൾ ഞാൻ എടുത്തിട്ടില്ല, പക്ഷേ ഇവിടെ ലോജിക്കലി വേറെ പല ആളുകളും ട്രേഡ്സ് എടുത്തിട്ടുണ്ട്. കണ്ടോ, 1 മിനിറ്റിൻ്റെ ഒരു 50% ഇമിറ്റേഷൻ സോണിലൂടെ എൻട്രി എടുത്തിട്ടുണ്ട്. ഫ്യൂച്ചർ ക്രോസ് ചെക്ക് ചെയ്തു അല്ലേ. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ ഡിസ്കഷൻ നിങ്ങൾക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. എല്ലാവരും തമ്മിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് പോകാവുന്നതാണ്. ഓക്കെ, സോ ഇവിടെയും അതിനുശേഷം നമ്മൾ പ്ലാൻസ് ഓരോ ബ്രേക്ക് ഔട്ട് നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് വന്നു, എഗെയിൻ ഇവിടെ ബ്രേക്ക് ഔട്ട് വന്നു, യെസ്, ഇവിടെ ബ്രേക്ക് ഔട്ട് വന്നു. കണ്ടോ, അപ്പോൾ ഇതൊക്കെ ഇവിടെ പ്ലോട്ട് ചെയ്തിരുന്നുണ്ട്. ബ്രേക്ക് ഔട്ടുകൾ നടക്കുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള അപ്ഡേറ്റ്സ് ഇവിടെ ഞാൻ അപ്ഡേറ്റ് ചെയ്ത് പോകുന്നതാണ്. സോ അതൊക്കെ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഞാനിവിടെ എവിടെ എൻട്രി ചെയ്യുക, എങ്ങനെ ഇവിടെ ബൈ ചെയ്യുക, സെല്ല് ചെയ്യുക, അതല്ല ഞാനിവിടെ ഉദ്ദേശിക്കണേ. നിങ്ങളിത് പ്രോപ്പറായിട്ട് പഠിക്കുക, നിങ്ങളുടെ ആ ഒരു സെറ്റപ്പ് നിങ്ങൾ ഇതിൽ ബിൽഡ് ചെയ്തെടുക്കുക, മനസ്സിലാവും. പ്രോപ്പർ നോളജ് ഉണ്ടാക്കിയെടുക്കുക ഇതിൻ്റെ അകത്ത്. വെറുതെ വന്ന് രാവിലെ ലോജിക്കില്ലാതെ ട്രേഡ് എടുക്കണമല്ല. നമുക്ക് ലോജിക്കലി ട്രേഡ് ചെയ്ത് നല്ലൊരു സെറ്റപ്പിലേക്ക് നിങ്ങൾ വരാൻ നോക്കുക. അതാണ് നമ്മൾ ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും പ്രോപ്പറായിട്ട് നിങ്ങളുടെ അപ്ഡേറ്റ്സ് നോക്കുക. അപ്പോൾ ഇതിൽ നല്ല രീതിയിലുള്ള ഇന്ന് 51% ഉണ്ട്. സോ അതിൽ 37% ട്രേഡ് ചെയ്യാത്തവരാണ് ഏറ്റവും നല്ല കാര്യം. അപ്പോൾ നിങ്ങൾക്കൊരു പ്ലാൻ ഇല്ലെങ്കിൽ വേണ്ട. സോ അപ്പോൾ നമ്മളിപ്പോൾ ട്രേഡ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായ കാര്യം എന്താ, പ്രോപ്പർ പ്ലാൻ ഉണ്ടായിട്ട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ട്രേഡ് നോക്കിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ എല്ലാവരും അതിലേക്ക് വരാം. സോ ഇതാണ് കറൻറ്റ്ലി നമ്മളിന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ. ഓക്കെ, സോ ഇനി എന്താണ് നെക്സ്റ്റ്, നമുക്ക് നമ്മളുടെ
നെക്സ്റ്റ് ഡേ പ്ലാൻ, അടുത്ത ദിവസത്തിലെ പ്ലാനിലേക്ക് നമുക്കൊന്ന് പോവാം. പ്ലാനിലേക്ക് പോവാം. കണ്ടോ, ഇതാണ് നമ്മൾ ഇന്ന് നോക്കിയിട്ടുള്ള ട്രേഡ്സ്. സോ പ്ലാനിലേക്ക് പോവാം. നമുക്ക് 1 ഹവറിൻ്റെ കണ്ടീഷൻ കറൻ്റ്ലി എന്ത് ചെയ്തിട്ടുണ്ട്, കറൻ്റ്ലി അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ, ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് മേജർ സോണായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് കറൻ്റ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കംപ്ലീറ്റ് ലിക്വിഡിറ്റി മാർക്കറ്റ് എടുത്തു, എഗെയിൻ ടെസ്റ്റ് മാർക്കറ്റ് ചെയ്തു, ബ്രേക്ക്ഔട്ട് ടെസ്റ്റ് ചെയ്തു, കണ്ടിന്യൂഷൻ. നമുക്കൊരു 1 ഹവറിൻ്റെ സോണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. സോ ആ സോൺ ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരാളാണ്. അടുത്ത മുകളിലേക്കുള്ള വ്യൂ നമുക്ക് ഈ ഒരു സോണിനെ കൺസിഡർ ചെയ്തിട്ട് വേണം പ്ലാൻ ചെയ്യാനായിട്ട്, മനസ്സിലാവും. സോ ഇതിന് മുകളിലൊരു മേജർ ബൈയിങ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ് മേജർ ബൈയിങ് ആക്ടിവിറ്റി മാർക്കറ്റിൽ ഉള്ളത്, മനസ്സിലാവും. സോറി, ബൈയിങ് അല്ല, മേജർ ആയിട്ടുള്ളൊരു സെൽ ഓഫ് കൺസിഡർ ചെയ്യാൻ പറ്റാം. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി 1 ഹവറിലേക്ക് പോവാം. സോറി, അതിൻ്റെ ഒപ്പം നമ്മളുടെ ഇക്വിലിബ്രിയം നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വെക്കണം. ഈ വന്നിരിക്കുന്ന പുഷിൻ്റെ ഒരു ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് ഈ ഒരു സോണാണ്. സോ ഇവിടെ വരെയാണ് നമുക്കിനി കണ്ടിന്യൂഷൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ, മുകളിലേക്കൊരു കണ്ടിന്യൂഷനാണ്, കാരണം നമുക്കിവിടെ ചോക്ക് കിട്ടിയല്ലോ. സോ ഇങ്ങോട്ടേക്കാണ് നമ്മൾ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ കറൻ്റ് 48,500 എന്നുള്ള ഈ ഒരു സോണിലേക്കാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു കണ്ടിന്യൂഷൻ ട്രെൻഡ് നോക്കാൻ, ഡയറക്ഷൻ നോക്കാൻ വേണ്ടി പറ്റും. കണ്ടോ, സോ അതിനടുത്താണ് മാർക്കറ്റ് ഉള്ളത്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഓൾറെഡി ഒരു 15 മിനിറ്റിനെയാണ് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോണേ, കൺസിഡർ ചെയ്ത് കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് പോകണം. ഇത് ഞാനിപ്പോൾ പറയുന്നത് ഇൻഡെക്സിലാണ്. ഫ്യൂച്ചറിൽ കോർഡിനേറ്റ് ചെയ്യേണ്ടത് ആരുടെ കടമയാണ്, നിങ്ങളുടെയാണ്. വെറുതെ വന്ന് നോക്കിയിട്ട് കാര്യമുണ്ടോ, നിങ്ങൾക്ക് കാര്യങ്ങൾ പഠിക്കണ്ടേ. സോ ഫ്യൂച്ചറിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളത് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. സോ ഇവിടെ ബ്രേക്ക്ഔട്ട് തന്നു, എഗെയിൻ മാർക്കറ്റ് ഈ ഒരു സോണിനെ ഹോൾഡ് ചെയ്ത് നിൽക്കുകയാണ്. 50 മിനിറ്റിൻ്റെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ സ്റ്റിൽ മാർക്കറ്റ് ഇപ്പോൾ ഒരു ഡൗൺ സൈഡ് മൊമെൻറ്റത്തിലാണ് മാർക്കറ്റ് ഉള്ളത്, മനസ്സിലായോ. ഡൗൺ സൈഡാണ് മാർക്കറ്റ് ഉള്ളത്. സോ ഇനി എന്ത് ചെയ്യണം, ഇനി ഒരു പ്ലാൻ നോക്കുകയാണെങ്കിൽ 1 ഹവർ ഓൾറെഡി മാർക്കറ്റ് മൈന്യൂട്ടായിട്ട് ഇവിടെ ക്ലോസ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാം, 15 മിനിറ്റ് ഡൗൺ സൈഡിലായിട്ടും കാണാം. ഇനി നമുക്ക് ഇതിനെ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു പ്ലാൻ നോക്കാനാണെങ്കിൽ 15 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്യാം. ഇവിടെ നമുക്ക് 15 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്യാം. യെസ്, കണ്ടോ, ഇവിടെ ഒരു ബ്രേക്ക്ഔട്ട് വന്നു, ഈ ഒരു സോണിനെ ക്രോസ് ചെയ്തിട്ടില്ല. സോ ഇവിടെ നാളെ ഇതിനെ ക്രോസ് ചെയ്യുന്ന കണ്ടീഷനാണെങ്കിൽ നമുക്ക് എഗെയിൻ ഇതിനൊരു കണ്ടിന്യൂഷനായിട്ട് മുകളിലേക്ക് നോക്കാം. അല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നല്ലൊരു റേഞ്ച് ആയതുകൊണ്ട് തന്നെ ഈ വന്നിരിക്കുന്ന പുഷിൻ്റെ 50%ലേക്ക് നമുക്ക് കൺസിഡർ ചെയ്യാം. കണ്ടോ, ഈ ഒരു കണ്ടീഷൻ, ഇങ്ങനൊരു കണ്ടീഷൻ നമുക്ക് പ്ലാൻ ചെയ്യാം. സോ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും എഗെയിൻ ഇവിടെ ലോവർ ടൈം കൺഫർമേഷൻ കിട്ടിയാൽ മേളിലേക്ക്, കൺഫർമേഷൻ കിട്ടിയില്ലെങ്കിലോ ഇതിങ്ങോട്ടേക്ക്, കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം മേളിലേക്ക്, അല്ലെങ്കിൽ കണ്ടിന്യൂഷൻ തന്നെ. സോ ഇതാണ് നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. സോ ഇവിടെ നിന്ന് എഗെയിൻ നാളെ ബ്രേക്ക്ഔട്ട് വന്ന് മേളിൽ പോവുകയാണെങ്കിൽ രാവിലെ തന്നെ നമുക്ക് 1 മിനിറ്റിൻ്റെ കണ്ടിന്യൂഷൻ ട്രേഡ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് മേളിലേക്ക് നോക്കാം കേട്ടോ. ഈ ഒരു സോണിനെ ഇപ്പോൾ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് നാളെ മൂവ് ചെയ്യുകയാണെങ്കിൽ ഈ 48,000 എബോ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തൊരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ 1 മിനിറ്റിൻ്റെ കണ്ടീഷൻ നമുക്ക് നോക്കിയാൽ മതി അതിന്, അല്ലേ. കണ്ടോ, 1 മിനിറ്റ് നാളെ ഓപ്പൺ ചെയ്യുന്നത് ഇവിടെയാണ് എന്ന് വിചാരിക്കാം. ഇവിടെ നിന്ന് മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തു, എഗെയിൻ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു, അടുത്ത റീടെസ്റ്റ് നിങ്ങൾക്ക് മേളിലേക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. പക്ഷെ ഇതാണ് കറൻ്റ് നമുക്ക് നാളത്തേക്ക് നോക്കാനുള്ള പ്ലാൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ നിങ്ങൾ അത് ലോജിക്കലി നോക്കി നിങ്ങളുടെ സെറ്റപ്പുകൾ നിങ്ങളിതിൽ അപ്ലൈ ചെയ്യുക. സോ ഇതാണ് നമ്മളുടെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നിഫ്റ്റിയുടെ ിലേക്ക് പോവാം. നിഫ്റ്റി 15 മിനിറ്റിൻ്റെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ 15 മിനിറ്റാണ് നിഫ്റ്റി ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത്. കറൻ്റ്ലി മാർക്കറ്റ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള അപ്സൈഡിലേക്കുള്ള മൂവ്, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ നിഫ്റ്റി സ്ട്രോങ് ആയിട്ട് എന്ത് ചെയ്യണം, മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം, അല്ലേ. മാർക്കറ്റ് നിഫ്റ്റി ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്നു, അല്ലേ, ഈ ഒരു സോണിലൊരു ബ്രേക്ക് ഔട്ട് തന്നു. എഗെയിൻ ആ BOS മാർക്കറ്റ് എന്ത് ചെയ്തു,
ഡൗൺ സൈഡിലേക്ക് തന്നു. അത് ഇവിടെ മാർക്കറ്റ് റിവേഴ്സലാക്കിയിട്ട് മേളിലേക്ക് പോയതായിട്ട് നമുക്ക് കാണാം അല്ലേ. അപ്പ് സൈഡിലേക്ക് മാർക്കറ്റ് പോയിട്ടുണ്ട്. സോ എഗെയിൻ നിഫ്റ്റി ഈ ഒരു ഒറ്റ പുഷാണ്. സോ ഇതിൻ്റെ ഒരു ഇക്വിലിബ്രിയമാണ് നമുക്ക് നോക്കാനുള്ളത്. സോ അതിനടുത്തേക്ക് തന്നെ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ഓക്കെ ഫൈൻ. സോ ഇവിടെ ഒരു കൺഫ്യൂഷൻ നിഫ്റ്റിയിൽ നമുക്ക് തന്നിട്ടുണ്ട്. കാരണം ഇവിടെ കണ്ടിന്യൂഷൻ വന്നു, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്നു, കണ്ടോ. അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ മാർക്കറ്റിൽ എന്താണ്, പിന്നെ ഇവൻറ്റ് കാര്യങ്ങളുണ്ടായിരുന്നു, ഇന്നലെ റിസൾട്ട് ഉണ്ടായിരുന്നു. സോ അതിൻ്റെയൊക്കെ ഒരു റിയാക്ഷനും കൂടെ മാർക്കറ്റിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഇന്നത്തെ ഗ്യാപ്പ് അപ്പ് അതിൻ്റെ കണ്ടീഷനായിരുന്നു. സോ അതിനുശേഷം മാർക്കറ്റ് എഗെയിൻ ഈ ഒരു കണ്ടിന്യൂവേഷൻ മാർക്കറ്റ് തന്നതായിട്ട് കാണാം. സോ 15 മിനിറ്റ് നോക്കിയാൽ നിഫ്റ്റിയുടെ കേസിൽ എനിക്ക് പറയാനുള്ളത്, ഒന്ന് നമുക്ക് ഡേയുടെ കാര്യം നോക്കണം അല്ലേ. വൺ ഡേയുടെ കണ്ടീഷൻ നോക്കണം. സോ വൺ ഡേയുടെ കണ്ടീഷനിൽ നിഫ്റ്റി ഒരു റിവേഴ്സൽ സോൺ ഇവിടെ വന്നിരിക്കുന്ന ഈ പുഷിൻ്റെ ഒരു 50% റിവേഴ്സൽ 50-60 സോണിലാണോ എന്നുള്ളത് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. സോ കറക്റ്റ് ആ ഒരു സോണിലാണ്, പക്ഷെ നല്ലൊരു ഫൈറ്റ് ക്യാൻഡിൽ വന്നിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് ഈ ഒരു സോണിൽ നിഫ്റ്റി എന്ത് ചെയ്യാനുള്ള പോസിബിലിറ്റിയാണ്. സോ ഇവിടെ നിന്ന് ഓൾറെഡി കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്, 2 പ്രാവശ്യം ടാപ്പ് ചെയ്തിട്ടും ഇവിടെ മാർക്കറ്റിന് അതിനൊരു സ്ട്രെങ്ത് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല ഇതിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് അല്ലേ. സോ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് എവിടെ നിന്നാണെങ്കിലും റിവേഴ്സൽ പോസിബിലിറ്റി ഉണ്ട്. സോ 15 മിനിറ്റിൻ്റെ കണ്ടീഷൻ അപ്പ് ആയതുകൊണ്ട് നമുക്കതിപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല. സോ ഈ പറയുന്ന ആൾ എപ്പോഴാണോ ഡൗൺ ആവുക, സോ ഇവിടെ ബ്രേക്ക് ഔട്ട് തന്ന് നിൽക്കുക. ഇനി അടുത്ത കണ്ടീഷൻ എന്താ, ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്ത് നിൽക്കുക, ഇനി ഹയർ ലോ ക്രിയേറ്റ് ചെയ്യണം. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന സോണിൻ്റെ ഇവിടെ നിന്ന് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്ത ഈ ഒരു സോണിലേക്ക് ഫസ്റ്റ് കണ്ടീഷൻ കണ്ടിന്യൂവേഷൻ, ഇവിടെ നിന്ന് മാർക്കറ്റ് എഗെയിൻ ഇവിടെ വരുന്നു. സോ ഈ ഹൈയിലേക്ക് ടാർഗറ്റ് ചെയ്യാം. എന്തൊക്കെ വേണം, താഴേക്ക് വരുമ്പോൾ നിങ്ങൾ നോക്കേണ്ട കാര്യം വേറൊന്നുമില്ല, ലോവർ ടൈം ഫ്രെയിം 1 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് മനസ്സിലാവും. ഞാൻ ഓൾറെഡി ഇവിടെ ആ ഒരു സോൺ ഇതൊന്ന് മാറ്റാം. ഇതാണ് നമ്മുടെ ആ ഒരു സോൺ നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുള്ളത് അല്ലേ. ഓക്കെ. സോ ഈ ഒരു സോണിലേക്ക് മാർക്കറ്റ് വരേണ്ടതായിട്ടുണ്ട് അല്ലേ. കറക്റ്റ് ഈ ഒരു സോണിലേക്ക് മാർക്കറ്റ് വരേണ്ടതായിട്ടുണ്ട്. സോ അങ്ങോട്ട് മാർക്കറ്റ് വരണമെങ്കിൽ എന്ത് വേണം, ഈ പറയുന്ന 1 മിനിറ്റ് റിവേഴ്സായി അല്ലെങ്കിൽ 3 മിനിറ്റ് മാർക്കറ്റിൽ എന്ത് ചെയ്യണം, റിവേഴ്സൽ കാണിക്കണം അല്ലേ. 1 മിനിറ്റ് 3 മിനിറ്റ് റിവേഴ്സൽ തന്നാൽ ഉണ്ടാവും. ഇവിടെ ലാസ്റ്റ് ബ്രേക്ക് ഔട്ട് തന്നു. സോ ഇതാണ് ലോ. സോ ഈ ഒരു ലോയിനെ മാർക്കറ്റ് എന്ത് ചെയ്യണം, ബ്രേക്ക് ചെയ്ത് ഇവിടെ ഒരു ഡയറക്ഷൻ മാർക്കറ്റ് എന്ത് ചെയ്യും, ഇതേപോലെ താഴേക്ക് തന്നെ. സോ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ലോയിലേക്ക് ഒരു ട്രേഡ് പ്ലാൻ നിങ്ങൾക്ക് നാളത്തേക്ക് പ്ലാൻ ചെയ്ത് നോക്കാം. മനസ്സിലായോ. സോ അതല്ല മാർക്കറ്റ് ഈ ഒരു ഹൈ ഇത് കണ്ടിന്യൂഷൻ ആണെങ്കിലോ, നമ്മൾ ഓൾറെഡി വരച്ച് വെച്ചിരിക്കുന്ന പ്ലോട്ട് മെയിലുണ്ട്, സോൺ മെയിലുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു സോണിലേക്ക് ഒരു കണ്ടിന്യൂഷൻ ആണെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യും, ഈ സോണിൽ നിന്ന് അഗെയിൻ ബൈയിങ് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. സോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ താഴേക്ക് പ്ലാൻ ചെയ്യുക. ബ്രേക്ക് ചെയ്തില്ല മാർക്കറ്റ് അഗെയിൻ ഈ ഹൈനെ ബ്രേക്ക് ചെയ്താൽ നിങ്ങൾ അടുത്തൊരു ലോ ടു ഹൈ അഗെയിൻ ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെ നിങ്ങൾക്ക് നോക്കാം. സോ 15 മിനിറ്റിൻ്റെ പ്ലാനിനെ നമ്മളിപ്പോൾ എന്ത് ചെയ്തു, ജസ്റ്റ് 3 മിനിറ്റിലേക്ക് എക്സിക്യൂഷനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ഇത് വേണമെങ്കിൽ ഇവിടം വരെ വരാൻ പോസിബിലിറ്റി ഉണ്ട്. സോ അതിൽ കുറച്ച് മാർക്കറ്റ് കണ്ടീഷനാണ്, നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. മനസ്സിലാവും. അപ്പോൾ നിഫ്റ്റിയുടെ പ്ലാൻ ഇതാണ്, എല്ലാവരും നോക്കാം. ഓക്കെ, അത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ സെക്ഷൻസ് ഇന്ന്. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും നിങ്ങളുടെ അപ്ഡേറ്റ്സ് കമൻസ് ആയിട്ട് ഇപ്പോൾ കുറച്ച് പേരൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ, എന്നാലും നമുക്കിതൊന്ന് കണ്ടിന്യൂ ചെയ്ത് അടിപൊളിയായിട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. കുറച്ചും കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങളത് പറയാം. ഇപ്പോൾ നിഫ്റ്റിക്ക് ആഡ് ചെയ്യാൻ പറഞ്ഞു, നമ്മൾ നിഫ്റ്റി ആഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഹെൽപ്പ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ പറയാം, അത് ഞാൻ ആഡ് ചെയ്ത് പോകാം. അടുത്ത സെക്ഷനിൽ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ, സോ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ സെക്ഷൻ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ അഭിജിത്ത്, സൈൻ ഓഫ്.